5 വർഷം മുമ്പ് ഒരു ചെറിയ ക്യാമ്പായിട്ട് പരിസരത്തെ കുട്ടികൾക്ക് കോച്ചിങ് തുടങ്ങാൻ വേണ്ടി ആരംഭിച്ച ഒരു സംരംഭം. അതിൽ നിന്ന് വളർന്ന് പന്തലിച്ച് ഒരുപാട് പ്ലേയേഴ്സിനെ ISL-ലോട്ടും IL-ലോട്ടും ഒക്കെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബ് റീസെന്റ് കഴിഞ്ഞ കേരള പ്രീമിയർ ലീഗിൽ റണ്ണേഴ്സ് അപ്പ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു. അത് മുഖേന KFയുടെ നോമിനേഷനിൽ I-ലീഗ് 3rd ഡിവിഷൻ കളിക്കുന്നു. I-ലീഗ് 3rd ഡിവിഷനിൽ 25 ടീമുകൾ ഉണ്ടായി. കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലീഗ് ടൂർണമെന്റ് ആയിരുന്നു. 25 ടീമുകളും പങ്കെടുത്ത് അതിൽ ഫൈനൽ 10 അവസാന 10 നമ്മുടെ കേരളത്തിൽ നിന്ന് സാറ്റ് തിരൂരിനെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. സോ സാറ്റ് തിരൂരിന്റെ ഫൗണ്ടിങ് കോച്ചും അതുപോലെ തന്നെ ഇപ്പൊ പ്രസന്റ്ലി ടെക്നിക്കൽ ഡയറക്ടറും ആയിട്ടുള്ള കേരളത്തിന്റെ സന്തോഷ് ട്രോഫി അണ്ടർ 21 ഒക്കെ ചാമ്പ്യൻ ആയിട്ടുള്ള കേരളത്തിന്റെ ചാമ്പ്യൻ കോച്ച് പീതാംബരൻ കോച്ച് നമ്മളോട്. കോച്ച് വെൽക്കം ടു കോച്ച്. സാറ്റിനെ കുറിച്ച് പറയുമ്പോ ഞങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് 2 പേരാണ് ആദ്യം വരിക. ഒന്ന് പീതാംബരൻ കോച്ച്, ഒന്ന് മൊയ്തീൻക്ക്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 2010 ഞാൻ റിട്ടയർ ആയി. സൈന്ന് റിട്ടയർ ആയപ്പോഴാണ് ഞാൻ ഫ്രീ ആയത്. അപ്പോഴാണ് മൊയ്തീൻ എന്നെ സമീപിച്ചത്. തിലകനെ കൊണ്ടുവന്നു. അങ്ങനെ അന്ന് തുടങ്ങിയതാണ്. അന്ന് വെറും മണ്ണായിരുന്നു. കുഞ്ഞപ്പൻ, ഉമ്മറും അവരൊക്കെയാണ് തുടങ്ങിയത്. അപ്പൊ അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ ഇത് എങ്ങനെയുണ്ടാവും എനിക്ക് അങ്ങനെ തോന്നലുണ്ടായി. പക്ഷേ 1.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വളക്കൂറുള്ള മണ്ണാണ്. തിരൂർ ഫുട്ബോളിന്റെ വളക്കൂറുള്ള മണ്ണാണ്. അത് ഈ കുട്ടികൾ തെളിയിച്ചു. നമ്മളൊക്കെ നിമിത്തങ്ങളാണ്. ഇത് ഈ സ്റ്റെഫാണ് ഇതെല്ലാം, അവരാണ് ഇതെല്ലാം. അപ്പൊ ഞാൻ പറയണത് എന്താ വെച്ചാല് മലപ്പുറത്ത് അരിക്കോട്, കോട്ടപ്പടി, മഞ്ചേരി അതൊരു കുത്തകയായിരുന്നു. അവരായിരുന്നു ഫുട്ബോളിന്റെ മേധാവിത്വം മലപ്പുറം ജില്ലയിൽ. അത് മാറ്റിയെടുത്തപ്പോ ഈ തിരൂർ ഭാഗമാണ് ഇപ്പോ സന്തോഷ് ട്രോഫി അനൗൺസ് ചെയ്യുമ്പോഴും ഒക്കെ തിരൂരുന്ന സാന്നിധ്യമുണ്ട്. ISL ഇപ്പോ കഴിഞ്ഞൊരു 5 വർഷത്തില് ഒരു പ്ലെയർ ഇല്ലാത്ത ISL ടീം ഉണ്ടായിട്ടില്ല. അതിലോട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താ വെച്ചാൽ ഇതിപ്പോ തിരൂർ എന്ന് പറഞ്ഞ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഒരു പ്ലെയർ മേക്കിംഗ് സെന്റർ ആണ് ഫുട്ബോളിന്റെ. നമ്മൾ ഫാക്ടറി എന്ന് പറയുന്നത് പ്ലെയേഴ്സ് ഫാക്ടറി. അതെ, ഫാക്ടറി. അത് മേക്കിംഗ് സെന്റർ ആണ്. എന്താ വെച്ചാല് ഇവിടെ ആരും പ്രതിഫലമല്ല പ്രതീക്ഷിക്കുന്നത്. ഹൗ ടു മെയിൻറ്റെയിൻ ദ ക്യാമ്പ് എന്ന് വെച്ചാൽ നമ്മളെ എങ്ങനെ കുറെ കുട്ടികളെ വളർത്തിയെടുക്കണം. അതാണ് അവർക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ്. അവർക്ക് വേണ്ടി നമ്മൾ ത്യാഗമാണത്. അത് എസ്പെഷ്യലി മൊയ്തീനാണെങ്കിലും എല്ലാവരും നമ്മളിത് പേരെടുത്ത് പറയാന്ന് വലിയ ലിസ്റ്റ് ഉണ്ട്. അതിന്റെ ബാക്കിൽ ഒരു നമുക്കറിയാം. അന്ന് എന്റെ പ്രതീക്ഷ ഇന്നുകൂടെ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. പ്രതീക്ഷയിലോട്ട് കയറട്ടെ. അപ്പോ നമുക്ക് വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹമായിട്ട് എന്തായാലും ഉണ്ടല്ലോ നമ്മളെ ടീമല്ലേ, കേരളത്തിന്റെ ടീം, നമ്മളെ ടീം. അതെ, എല്ലാവരും അനുഗ്രഹം ഉണ്ടാവട്ടെ. കോച്ചായിട്ടുള്ള നിയാസ് റഹ്മാൻ കോച്ച് നമ്മുടെ കൂടെ ഉണ്ട്. സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് കോച്ചിനോട് ചോദിച്ചറിയാം. ഹായ് കോച്ച്, വെൽക്കം ടു സ്റ്റോക്സ്. കോച്ച്, ഈ I-ലീഗ് 3rd ഡിവിഷൻ ഞാൻ എല്ലാ മാച്ചസും ലൈവ് കണ്ടിരുന്നു. 25 ടീമുകളും ഉണ്ടായിരുന്നു. ബാക്കിയുള്ള വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വർഷമായിരുന്നു ഈ വർഷം ഉണ്ടായിരുന്നു. അപ്പോ അതില് തന്നെ ഹാർഡസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ആയിരുന്നു സാറ്റ് കളിച്ച ഗ്രൂപ്പ്. ഡയമണ്ട് ഹാർബർ FC പോലത്തെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നത് ഭയങ്കര ഹാർഡ് ഗ്രൂപ്പ് ആയിരുന്നു. ലേക്ക് സിറ്റി പോലത്തെ ടീമുകൾ ഉണ്ടായിരുന്നു. എന്താണ് ആ ഫസ്റ്റ് റൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്? ഫസ്റ്റ് റൗണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൽക്കട്ടയില് വലിയ ഹ്യൂമിഡിറ്റിയിൽ കളിക്കുക എന്നുള്ളതും ഭക്ഷണം, അതേപോലെ തന്നെ യാത്ര, അതേപോലെ തന്നെയാണ് ഓപ്പണൻസ്, ഇതൊക്കെ തന്നെ ഭയങ്കര ചാലഞ്ചിങ് ആണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തിരൂരിലെ ഭൂരിപക്ഷം കുട്ടികളും തിരൂരും അത് നമ്മളെ മലബാർ ഏരിയയിലുള്ള കുട്ടികളാണ്. ആ കുട്ടികള് ഈ പ്രൊഫഷണൽ ഫുട്ബോളിൽ പലരും ഇത്തരം ടൂർണമെന്റുകൾ ആദ്യമായിട്ട് കളിക്കുന്നവരാണ്. ആ ഒരു ചാലഞ്ച് ശരിക്കും ടീമിനെ അവരുടെ ഭക്ഷണത്തിനോട് അവർ ചാലഞ്ച് ചെയ്യണം, അവർ ക്ലൈമറ്റിനോട് അവർ ചാലഞ്ച് ചെയ്യണം, ഒപ്പണൻസിനോട് അവർ ചാലഞ്ച് ചെയ്യണം. ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് കുട്ടികൾ അവരുടെ മാക്സിമം അവർ ട്രൈ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഒരു ഫസ്റ്റ് റൗണ്ട് പെർഫോമൻസ് ഹാർബറുമായിട്ടുള്ള കളി ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള മാച്ചുകളൊക്കെ ഒരു പരിധിവരെ ഹാപ്പിയാണ്. ഈ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, നമ്മള് സെക്കൻഡ് റൗണ്ട് ക്വാളിഫൈ ചെയ്ത് ഇനി ആകെ ഒരാഴ്ച ഉള്ളൂ. 25-ാം തീയതി കളി തുടങ്ങണം. നമുക്ക് തോന്നുന്നു സാറ്റിന്റെ കളി 27-ാം തീയതിയാണ്. അപ്പൊ ഇനിയിപ്പോ 22-23 തിരിച്ച് ട്രാവൽ ചെയ്യണം. അപ്പൊ പ്രിപ്പയർ ചെയ്യാൻ അധികം സമയമില്ല. എങ്ങനെ ഈ ഫിക്സ്റ്റേഴ്സ് ഒക്കെ, അതും കൊൽക്കത്തയിൽ തന്നെയാണ് അഗൈൻ കളി വരുന്നത്, എങ്ങനെ ഇത് ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുക? നമ്മളെ
പ്രൊഫഷണലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പലപ്പോഴും പിന്നെ വേൾഡ് ഫുട്ബോളിൽ തന്നെ ക്ലബ് ഫുട്ബോളും പിന്നെ അവരുടെ എന്താണ് നാഷണൽ കോമ്പറ്റീഷനും ഒക്കെ ഇതേപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് കലണ്ടർ ഇല്ലാത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇഷ്യൂ ആണ്. പിന്നെ നമ്മളിപ്പം 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യേണ്ടത്, കഴിഞ്ഞ ടൂർണമെന്റ് നമുക്ക് 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യേണ്ടത് 23-നാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങള് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടാണ്. പ്രത്യേകിച്ചിട്ട് നമ്മളെ ടീമിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഒരു വെൽ പ്രിപ്പയർഡ് സ്കോഡ് ആയി വരുന്നുള്ളൂ. അപ്പോ ആ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പിന്നെ നമ്മൾക്കുള്ള നമ്പർ ഓഫ് പ്ലേയേഴ്സ്, സിറ്റുവേഷന്, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനോട് എന്താണ് ശരിക്കുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് ആയി വരുന്നുള്ളൂ. അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഹെറ്റിക്കാണ്. പിന്നെ കളി കഴിഞ്ഞ് ആ പ്ലേയേഴ്സിന് റിക്കവറി ആവാനുള്ള സമയവും യാത്ര ഇതൊക്കെ മുൻകൂട്ടി പറയായിരുന്നെങ്കിൽ പ്രിപ്പറേഷൻ അതനുസരിച്ച് ചെയ്ത് നമുക്ക് കൽക്കട്ടയിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു മാറ്റം നമുക്ക് ഇവിടെ പ്രിപ്പറേഷൻ ലെവലിൽ നമുക്ക് വരുത്താൻ കഴിയുമായിരുന്നു. ഇപ്പോ എല്ലാ പ്രാവശ്യവും സാറ്റിൽ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ നമുക്ക് തരാറുണ്ട്. ഇപ്പോ റിഷാദ്, ഹക്കു, അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. ഈ ഒരു ടൂർണമെന്റിൽ എനിക്ക് കുറെ ഇംപ്രസീവ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇട്ടോ, റിഫാത്തിന്റെ പോലത്തെ സ്ട്രൈക്കർ കളിച്ചിരുന്ന പ്ലെയർ, ഹുസനുൽ ഹാദി, അങ്ങനത്തെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അതേപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അദീബ് ബഷീറിനെ പോലത്തെ പിന്നെ ഡിഫൻഡേഴ്സ്, അങ്ങനെ ഒരുപാട് ഇർഷാദ്, അങ്ങനത്തെ കുറെ പ്ലേയേഴ്സിനെ വരുന്നുണ്ട്. സോ ഈ ഒരു യങ്സ്റ്റേഴ്സും എക്സ്പീരിയൻസ് ആയിട്ടുള്ള മിക്സ് എങ്ങനെയത് അതിന്റെ ഒരു ബാലൻസ് കണ്ടെത്തണേ? നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു എക്സ്പീരിയൻസ് സൈഡ് അല്ല. ശരിക്കും നമ്മള് ഒരു 3-4 പ്ലേയേഴ്സ് ഉള്ള എക്സ്പീരിയൻസ് എന്താ പറയാ, വെൽ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്. അപ്പോ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയെന്നും അങ്ങനത്തെ ഒരു ടൂർണമെന്റ് കളിക്കുക എന്നുള്ളതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പിന്നെ അച്ചീവ്മെന്റ് ആണ്. ആ രീതിയിൽ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ പരമാവധി അവർക്ക് ഉപയോഗപ്പെടുത്താനുള്ള മോട്ടിവേഷൻ കൊടുക്കുക, അവരതിലേക്ക് പ്രിപ്പയർ ചെയ്യിക്കുക, മെന്റലി പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ്. ഫിസിക്കലി ഒക്കെ അവർ ഏകദേശം ഫിറ്റ് ആണ്, പക്ഷേ മെന്റലി അവരെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, അവരെ കൺസിസ്റ്റന്റ് ആയിട്ട് അവരെ ഒരു 90 മിനിറ്റ്സ് അവരെ മൈൻഡ് സെറ്റിനെ കീപ്പ് ചെയ്യുക എന്നുള്ളതും ഒരു ടൂർണമെന്റ് ഫുള്ളായിട്ട് അവരെ മൈൻഡ് സെറ്റിനെ കീപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെ വളരെ ചാലഞ്ചിങ് ആണ്. അതിലേക്ക് അവർ വരുന്ന സമയത്ത് നോർമലി അവരൊക്കെ എന്താവും, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഭാവിയിൽ നമുക്ക് നല്ല കളിക്കാരെ തരും. എനിക്ക് ഏറ്റവും ഇംപ്രസീവ് ആയിട്ട് തോന്നിയൊരു മാച്ച് സ്പോർട്സ് ഓഡീഷൻ ആയിട്ടുള്ള മാച്ച്, ഫസ്റ്റ് മാച്ച്. അറിയാം നമുക്ക് ആദ്യത്തെ മാച്ചിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര രസമുള്ള കളിയായിരുന്നു. ഇപ്പോ സെൻട്രലും അറ്റാക്കിംഗ് തേർഡിലും ഒക്കെ നല്ല ഗെയിം ആയിരുന്നു. പക്ഷെ ഡിഫെൻസീവ്ലി കുറച്ച് ഷേക്കി ആയ പോലെ തോന്നി. അവർക്ക് ഒരുപാട് ഓപ്പണൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് അവർ മിസ് ഔട്ട് ചെയ്തു. പിന്നെ അഫ്സറിന്റെ നല്ല സേവുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ഡിഫൻസ് ഒരു ഷേപ്പിലോട്ട് എത്തും ഉണ്ടാവും, നമുക്ക് ഫൈനൽ റൗണ്ടിൽ പ്രതീക്ഷിക്കാം. ഡിഫൻസിൽ നമുക്ക് പൊതുവെ ഓപ്ഷൻസ് കുറവാണ്. അപ്പം ആ രീതിയിൽ നമ്മള് പിന്നെ ഇപ്പോഴ് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ് ഉള്ളത്. നോർമലി നമ്മൾക്ക് എപ്പോഴും കാർഡ് ചാലഞ്ചിങ് ആണ്, ഇഞ്ചുറി ചാലഞ്ചിങ് ആണ്. അപ്പൊ ഇതിനൊക്കെ ഓവർകം ചെയ്തിട്ട് നമുക്ക് ആ ഡിഫെൻഡിങ്ങിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. എപ്പോഴും ഒരു കാർഡ് വാങ്ങി കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ ഡിഫൻഡറെ കണ്ടിന്യൂ ചെയ്യിക്കുന്ന കാര്യത്തിൽ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും. ആ രീതിയിൽ 2 കാർഡ് കിട്ടിയാലും അങ്ങനെ കളിക്കാം. 2 കാർഡ് കട്ടി കഴിഞ്ഞാൽ അടുത്ത മാച്ച് പറ്റില്ല. അതെ. ഇല്ല, ഈ ഇതിന്റെ ടൂർണമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ അങ്ങനെയാണുള്ളത്. 2 മാച്ച് കഴിഞ്ഞാൽ ഒരു മാച്ച് ഔട്ടാണ്. അപ്പൊ അത് വലിയൊരു പ്രോബ്ലം ആണ്. ഒരു റഫറിയുടെ ഒരു മോശം ഡിസിഷൻ ആയിരിക്കും. ഇപ്പൊ ലാസ്റ്റ് മാച്ചിൽ അങ്ങനെ തോന്നിയത് ഡയമണ്ട് ഹാർബറിനായിട്ട് ചെറിയൊരു പുഷ് ഉണ്ട് അദീബിന്റെ ബോക്സിൽ നിന്ന്. പക്ഷെ അതൊരു ഡൈവ് ഒന്നുമല്ല, അതിന് വെറുതെ കാർഡ് കൊടുക്കും. നമുക്കൊരു മാച്ച് കോസ് ചെയ്യാന്നൊക്കെ പറയുമ്പോ തീർച്ചയായും അതെ. നമ്മൾക്ക് ഇപ്പം റിഫാത്തിന്റെ ഒരു മാച്ചിൽ അങ്ങനെയാണ് നമ്മൾ നഷ്ടപ്പെട്ടത്. അത് ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നിയ ഒരു യങ്സ്റ്റർ ആണ്. ഞാൻ കഴിഞ്ഞ കേരള പ്രീമിയർ ലീഗിൽ വയനാട് യുണൈറ്റഡിന് വേണ്ടി കളിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ വയനാട് സൂപ്പർ ഡിവിഷനിൽ ടോപ്പ് സ്കോറർ ആയിരുന്നു. അങ്ങനത്തെ ഒരു പ്ലെയർ ആയിരുന്നു. അപ്പൊ സ്കോർ ചെയ്യുകയും ചെയ്തു. ഇപ്പൊ നമ്മള് ഇപ്പൊ കുറെ പ്ലേയേഴ്സിനെ കാണാറുണ്ട്, എല്ലാവരും സ്ട്രൈക്കേഴ്സ് ആയിട്ട് വന്ന് വിങ്ങേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാറാ പതിവ്, ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്ട്രൈക്കിംഗ് സോണിൽ ഒരു യങ്സ്റ്റേഴ്സിനെ കാണുന്നതും അതിന്റെ ഒരു ഗോൾ സ്കോറിംഗ് ആട്രിബ്യൂട്ട്സ് ഒക്കെ കാണുന്നത് തീർച്ചയായിട്ടും. അല്ല, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ അപ്രീഷിയേറ്റ് ചെയ്യണം ഈ കാര്യത്തിൽ. കാരണം തേർഡ് ഡിവിഷനിൽ ഫോറിനേഴ്സ് ഇല്ല എന്നുള്ളത് ശരിക്കും ഒരു ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിന് അവരുടെ കളീനെ പുറത്തേക്ക് കാണിക്കാനുള്ള ഒരു അവസരമാണ്. ആ രീതിയിൽ സെക്കൻഡ് ഡിവിഷനും തേർഡ് ഡിവിഷനും ഒക്കെ തന്നെ ഡൊമസ്റ്റിക് ലീഗുകളൊക്കെ ഫോറിനേഴ്സിനെ ഒഴിവാക്കിയത് കൊണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ സ്ട്രൈക്കിംഗ് സോണിൽ അവരുടെ ക്വാളിറ്റി കാണിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വിങ്ങിലേക്കോ അല്ലെങ്കിൽ നമ്പർ 10-ലേക്കോ മാറാതെ 9-ൽ തന്നെ കളിക്കുന്ന രീതിയിലേക്ക് ആ കുട്ടികൾ വരും എന്നുള്ള പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഒരു പ്ലെയറിനെ കുറിച്ച് എനിക്ക് ചോദിക്കാനുണ്ട്. ഇപ്പൊ ആ പ്ലെയറിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുന്ന ആള് കോച്ച് തന്നെയാണ്. കാരണം കോച്ചിന്റെ കൂടെ ദേവഗിരി കോളേജിലുണ്ട്,
സാറ്റിലുണ്ട് അർഷാദ്. സാറ്റിന്റെ കൂടെ ഒരുപാടായിട്ടുണ്ട്. എനിക്ക് സ്പോർട്സ് ഓഡീഷൻ ആയിട്ടുള്ള അങ്ങനത്തെ പല മാച്ചസിലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡിഫൻസീവിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ ലെഫ്റ്റ് വിങ്ങില് കളിക്കുമ്പോൾ കട്ടിങ് ചെയ്ത് ക്രോസസ് കൊടുക്കുന്നുണ്ട്. ചില മാച്ചസിൽ ഒരു പൊസിഷൻ, അത് ബൈ പൊസിഷൻ അല്ല, നമ്പർ 10 റോളിലോട്ടൊക്കെ വരുന്നത് പോലെ കണ്ടിട്ട് ഓൺ ദ മാച്ചിന്റെ മൂവ്മെന്റ്സിൽ. അപ്പൊ അങ്ങനത്തെ ഒരു എനിക്ക് അർഷാദ്, അദീബ് അങ്ങനെ 2-3 പേരേ ഉള്ളൂ. ഇപ്പൊ കീപ്പർ അഫ്സർ SCLക്ക് മുമ്പ് സെക്കൻഡ് ഡിവിഷൻ കളിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ ഈ അർഷാദിന്റെ ഒക്കെ ഒരു ഔട്ട്പുട്ട്സ് എന്തായിരിക്കും? അർഷാദൊക്കെ നല്ല കാലിബർ ഉള്ള പ്ലെയർ ആണ്. ആളൊക്കെ ശരിക്കും പല ഉയരങ്ങളിൽ കളിക്കേണ്ട പ്ലേയേഴ്സ് ആണ്. അവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക എന്നുള്ളതും ഇതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പം പ്ലെയർ 7, 11 ഒക്കെ 10ലേക്ക് വരുന്നതും 6ഉം 8ലേക്കൊക്കെ വരുന്നത് അത് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കാരണം ചില സിറ്റുവേഷനിൽ വിങ്ങിന്ന് ഉള്ളിൽ കളിപ്പിക്കുന്ന സമയത്ത് മാർക്കഡ് ആവുന്ന സമയത്ത് അൺമാർക്ക് ആവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സൂട്ടബിൾ ആവാത്ത സമയത്ത് ചില സമയത്ത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് കളിക്കാൻ പറ്റാത്ത സമയത്ത് അങ്ങനെ അത് ടാക്ടീസിന്റെ ഭാഗമായിട്ട് അവർ വന്ന് കളിക്കുന്നത്. സോ കോച്ച്, ഓൾ ദി വെരി ബെസ്റ്റ്. Thank you very തന്നെ കൺഗ്രാറ്റുലേഷൻ. കാരണം നോ മാറ്റർ എന്ത് റിസൾട്ട് ഫൈനൽ റൗണ്ടിൽ ഉണ്ടെങ്കിലും സാറ്റ് അടുത്ത വർഷത്തെ തേർഡിലുണ്ട്. ഐ ലീഗ് തേർഡ് ഡിവിഷനിൽ ഓൾറെഡി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. KPL ഉണ്ട്, ഐ ലീഗ് തേർഡ് ഡിവിഷൻ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു 3 മാസത്തത് 5 മാസത്തെ കലണ്ടറായി വളർന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. പിന്നെ ഇനിയുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും ഹൈറ്റ്സിൽ പോകാനാണ് താല്പര്യം. മുന്നോട്ട് പോട്ടെ എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ സപ്പോർട്ട്. നിൽക്കേണ്ടി വരും. ഇപ്പോഴും കളിക്കുന്ന സമയത്ത് നിങ്ങൾ ആ കറക്റ്റ് ആ ഡിഫൻഡിങ്ങിന്റെ മിഡ്ഫീൽഡിന്റെ ഇടയിലുള്ള ലൈൻ ഇല്ലേ, നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്ത സമയത്ത്? അതൊക്കെ നമ്മൾ അറിയാതെ വരേണ്ട സാധനം, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കണം നമുക്ക്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക എപ്പോഴും കളിക്കുന്ന സമയത്ത്. അപ്പൊ നമ്മള് സാറ്റിന്റെ പ്ലേയേഴ്സിന്റെ അടുത്ത് എത്തിയില്ലേ, ഇപ്പൊ ഐ ലീഗ് തേർഡ് ഡിവിഷൻ നമുക്കറിയാം 25 ടീമുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഫൈനൽ റൗണ്ടിലോട്ട് 10 ടീമുകൾ എത്തിയിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ നിന്ന് ആകെ ഒരു ടീമാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്, അത് സാറ്റ് തിരൂരാണ്. സോ സാറ്റിന്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. സോ സാറ്റിന്റെ അസിസ്റ്റന്റ് കോച്ച് ഉണ്ട്, ഹാജ് സൽമാൻ ഉണ്ട്. എങ്ങനെയുണ്ട് ടീം? ഞാൻ ടൂർണമെന്റിന് പോകുന്ന സമയത്ത് നമ്മള് പ്രതീക്ഷന്റെ ഒരുപാട് മെച്ചപ്പെട്ട നിലയിലാണ് പ്ലേയേഴ്സിന്റെ ഭാഗത്തുനിന്നും എന്തായിക്കോട്ടെ എക്സ്പെക്ട് ചെയ്തതിന്റെ മേലക്കാണ് പെർഫോമൻസ് വന്നത്. പിന്നെ ലാസ്റ്റ് കളിയിൽ പതർച്ച ഉണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് നല്ല രീതിയിൽ തന്നെ നമ്മൾ കളിച്ചു. എനിക്ക് തോന്നുന്നു അവരെ ഫിസിക്കാലിറ്റി കുറച്ച് ഒരു ഗെയിം ഫിസിക്കൽ ആക്കി. ഫസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ആണ് ബുദ്ധിമുട്ടുണ്ടായത്. പിന്നെ നമ്മൾ ആ റിതത്തായിട്ട് ശരിക്ക് ഗെയിമിന്റെ റിതത്ത് ഒരു ഏകദേശം എയിമായി. അതിന് ശേഷം പിന്നെ പ്ലേയേഴ്സിനൊക്കെ നന്നായിട്ട് ആ ധൈര്യം വന്നതോടുകൂടി നന്നായിട്ട് കളിച്ചത്. എന്താ എന്താ പറയല്ലേ, ഗെയിം പ്ലെയർ ആണ്. നല്ല സിസ്റ്റം ഉണ്ട്, കോച്ചിന് നല്ല സിസ്റ്റമാണ്. അപ്പൊ അതില് പ്ലേയേഴ്സ് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. ടീം ഗെയിം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏത് ടീമായാലും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. നല്ല റിസൾട്ട് ഇപ്പൊ കിട്ടി. അപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. എന്താ ഫൈനൽ റൗണ്ടിൽ എക്സ്പെക്ടേഷൻ? അതുകൊണ്ട് നല്ല രീതിയിൽ കളിക്കണം. ഇപ്പൊ കളിക്കുന്ന പോലെ പെർഫോം ചെയ്യണം. അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആവണം. അതാണ് എല്ലാരും. എന്താ ആദ്യം എന്ത് പറയല്ലേ? എന്താ ടീം നന്നായി വർക്ക് ചെയ്യും. ഫൈനൽ റൗണ്ടിന് പ്രാവശ്യം സെക്കൻഡ് ഡിവിഷനിലേക്ക് കയറണം. നന്നായി കളിക്കും. എല്ലാരും നല്ല ഹാർഡ് വർക്ക് ചെയ്യും. എന്തായാലും സെക്കൻഡ് റൗണ്ടിൽ കയറണം. നമുക്ക് സെക്കൻഡ് ഡിവിഷൻ കളിക്കണം. വർഷം ഉഷാറായിട്ട് പ്രാക്ടീസ് നല്ലോണം നടക്കുന്നുണ്ട്. ഉഷാറായിട്ട് പിന്നെയും നല്ല പ്രതീക്ഷ ഉഷാറാക്കണം. അശ്വിൻ. ആദ്യത്തെ 2 കളി ഞങ്ങൾക്ക് ക്ലൈമറ്റ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിനോട് പൊരുത്തപ്പെട്ട് ഓരോ കളി കഴിയുമ്പോഴും മെച്ചപ്പെട്ടു വന്നു. പിന്നെ ടീം നല്ല രീതിയിൽ കളിച്ചു തന്നെയാണ് ഇതില്. കാരണം ഓരോ മാച്ച് ചെയ്യുമ്പോഴും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഒരു ടീം ഗെയിം എന്നുള്ള രീതിയിൽ നല്ല പെർഫോമൻസ് എല്ലാവരും കാഴ്ചവെച്ചത്. പിന്നെ നമുക്ക് വ്യത്യസ്തമാണ് നമ്മൾ വാശി. നമ്മൾ ഒന്നുമില്ലാത്തവർക്ക് നിന്ന് കയറി വന്നൊരു വാശി എല്ലാവരും കാണിച്ചു. അതുകൊണ്ട് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടി. ഇതിന്റെ ക്രൂഷ്യൽ ഗോളാണ്. ഇപ്പൊ ഫസ്റ്റ് മാച്ചിലൊന്നും അധികം ടൈം കളിച്ചിട്ടില്ല. പിന്നീടാണ് ഓരോ മാച്ച് കഴിയുന്നവരാണ് ടൈം ഇൻക്രീസ് ചെയ്ത് വന്നത്. ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടാമത്തെ ഗോളാണ് എല്ലാവരും അടിപൊളി ഗോൾ എന്ന് പറയാം, ലോങ് റേഞ്ചർ. പക്ഷെ എനിക്ക് സ്ട്രൈക്കർ ഗോളായിട്ട് തോന്നിയത് 1ാമത്തെ ഗോളാണ്. കാരണം അതാണ് സ്ട്രൈക്കറിന്റെ ഗോള്. കാരണം വെറുതെ അത് ചാൻസ് ഇല്ലാത്ത ബോളാണ്. ചാൻസ് ഇല്ലാത്ത ബോളിനും നമ്മൾ റൺ ചെയ്ത് നോക്കുമ്പോഴാണ് അവർ ആ മിസ്റ്റേക്ക് സംഭവിക്കുന്നതും നമുക്ക് ഗോൾ കിട്ടുന്നു. അവിടെ പ്രസ്സിങ്ങിന് പോവാന്നുള്ളതാണ് സ്ട്രൈക്കറിന്റെ ഡ്യൂട്ടി. അത് കൃത്യമായിട്ട് ചെയ്ത്. എന്താ പറയാല്ലേ, ഇപ്പൊ എനിക്ക് തോന്നി സാറ്റിൽ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആയിരിക്കും അദീബ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അവിടെ ഇവിടെ ആയിട്ട് കുറെ മാറി മാറി ക്ലബിൽ കളിച്ചതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഇവിടെ വരുമ്പോഴും ഗ്രൗണ്ടില് ചെറുതായിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇനിയും മുന്നോട്ട് ഇതേമാതിരി കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സെക്കൻഡ് ഡിവിഷന് സാറ്റിനെ ഇവിടുന്ന് കളിപ്പിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുള്ളൊരു മുന്നോട്ട് നയിപ്പിലാണ്. ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കുന്നു. അർഷാദ്, ഞാന് സ്പോർട്സ് ഒഡീഷയുടെ മാച്ചിൽ എന്റെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു അർഷാദ്.
കുറെ ബോളുകൾ ഉണ്ട് ലെഫ്റ്റ് വിങ്ങില്. അതേപോലെ ഡിഫൻസിന് വന്നിരുന്നു. ലെഫ്റ്റ് സൈഡിൽ നിന്ന് കട്ടിങ് ചെയ്ത് ക്രോസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബഷീറിന് കണ്ടുകൊണ്ട് ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു നല്ല ചാൻസ് വന്നത്. അങ്ങനത്തെ ഒരുപാട് നല്ല ബോളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് ഒരു ഐ ലീഗ് കളിക്കേണ്ട പ്ലെയർ ആയിട്ടാണ് ഞാൻ എന്നും എല്ലായിടത്തും പറയുന്നത് അർഷാദിനെ. അപ്പൊ എന്ത് അർഷാദിന് ഇതിൽ പറയാറില്ല? ഇനി ഫൈനൽ റൗണ്ട് ആണ്, ഇത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഫൈനൽ റൗണ്ട് ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയിട്ട് ഫൈനലിൽ കളിക്കണം. ഇൻഷാല്ലാ ചാമ്പ്യൻസ് ആവാൻ പറ്റുമെന്ന് വിചാരിക്കണേ. ചാമ്പ്യൻസ് ആയിട്ട് കേരളത്തിൽ നിന്ന് സാറ്റ് സെക്കൻഡ് ഡിവിഷൻ ക്വാളിഫൈ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇൻഷാല്ലാ സെക്കൻഡ് റൗണ്ടിൽ നല്ല പെർഫോം ചെയ്തിട്ട് എന്തായാലും സെക്കൻഡ് ഡിവിഷൻ ക്വാളിഫൈ ചെയ്യുമെന്ന് വിചാരിക്കണേ. ബാക്കി ദൈവത്തിന്റെ നമ്മളെ ചെയ്യാ, ബാക്കി കിട്ടും. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഹായ്. അപ്പൊ നമ്മള് ഇത്ര നേരം സാറ്റിന്റെ കോച്ചുമാര് അതുപോലെ സാറ്റിന്റെ പ്ലേയേഴ്സിനോടൊക്കെ സംസാരിച്ച് നമുക്കൊരു സ്പോർട്ടിങ് രീതിയിലുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചു. പക്ഷെ ഈ ടീം നിലനിന്ന് പോകുന്നത്, ടീമിന് സാറ്റിന് ഒരു കമ്മിറ്റി ഉണ്ട്, അതുപോലെ ഇതുമായി റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവരോട് നമുക്ക് ടീമിനെ കുറിച്ച് സംസാരിക്കാം. സോ ടീമിന്റെ ഫൗണ്ടർ മെമ്പറിൽ ഒരാളാണ് മൊമാലിക അല്ലെ. അതുപോലെ തന്നെ ടീമിന്റെ എന്നും മറ്റേ നമുക്ക് ഹോണററി പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന പോലെ സ്ഥിരം മാനേജറാണ് മോഹിത്. അപ്പോ എന്താണ് ഇപ്പത്തെ ഒരു അച്ചീവ്മെന്റിന്റെ അവസ്ഥ? ഇപ്പത്തെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാല് കമ്മിറ്റി വന്നതൊക്കെ ഫുട്ബോളർമാരാണ്. പുതിയ കമ്മിറ്റി വന്നതൊക്കെ ഫുട്ബോളർമാരാണ്. സ്പോൺസർഷിപ്പ് ഇല്ല. ഇപ്പോ അങ്ങനെ കമ്മിറ്റിയിലുള്ള കുറച്ച് ആളുകൾ സാമ്പത്തികമായിട്ട് അവരെ അപ്പൊ ഉള്ള 2 സ്പോൺസറും പ്രസിഡന്റിന്റെ പിന്നെ കയ്യിൽ നിന്നാണ്. പ്രസിഡന്റിന്റെ 2 കമ്പനിയാണ് ഇപ്പൊ നമ്മളെ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതേപോലെ സാധാരണ നിലയിൽ നമ്മളെ സഹായിക്കുന്ന ആളുകളെ സഹായിച്ചിട്ടുണ്ട്. ഇവരെ നല്ലൊരു സ്പോൺസർ ഉള്ള നിലയിൽ അജ്മൽ ബിസ്മയും കഴിഞ്ഞതിന് ശേഷം സ്പോൺസർഷിപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ നല്ല നിലയിൽ ഈ കാര്യങ്ങളൊക്കെ കടപിടിക്കുന്ന നിലയിൽ നമുക്ക് സെക്കൻഡിനും ഫസ്റ്റിനും ഒക്കെ എത്തുന്ന നിലയിലേക്കുള്ള ഒരു ടീമിനെ സജ്ജമാക്കി കൊണ്ടുവരാൻ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. എനിക്ക് അതായത് ഇപ്പോ തേർഡ് ഡിവിഷന് നമ്മള് പോയി. അപ്പൊ ഞാനൊരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ കൂടി ചോദിക്കാം. തേർഡ് ഡിവിഷന് പോകുമ്പോ KPL കാണുമ്പോൾ നമ്മളിപ്പോ ഒരു ടീം, ഇപ്പൊ മാനേജർ അതേപോലെ നിങ്ങൾ കമ്മിറ്റി ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യും, എന്നിട്ടാണ് KPL അപ്രോച്ച് ചെയ്യുക. അപ്പൊ തേർഡ് ഡിവിഷന് കാണുമ്പോൾ ഒരു ബഡ്ജറ്റ് അപ്രോച്ച് ചെയ്തു. ഇപ്പൊ നമ്മള് ഫൈനൽ റൗണ്ട് ക്വാളിഫൈ ചെയ്ത്, അപ്പൊ നിങ്ങൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫൈനൽ റൗണ്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മള് ചെയ്യുമ്പോൾ അങ്ങനെയല്ല ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ഒരിക്കലും ഡൗൺ ആവുന്നെന്ന് കരുതിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമല്ലോ. നമ്മള് തേർഡ് ഡിവിഷന് ഫൈനൽ റൗണ്ടും ഈ സീസണിൽ തന്നെ സെക്കൻഡ് റൗണ്ടും ഉണ്ടല്ലോ. അപ്പൊ ആ സെക്കൻഡ് റൗണ്ടും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഏകദേശം ഒരു 50 lakh നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അത് വെച്ചിട്ട് തന്നെ ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ഭയങ്കര ഷോർട്ടല്ലേ? ഇപ്പൊ കളി കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് നമുക്ക് ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് എത്തുമ്പോ ഇതുകൊണ്ട് ഇന്നലെ അല്ലേ എത്തിയത്? മിഞ്ഞാന്ന് എത്തി. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകണം. അത് നമ്മള് അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഗ്രൗണ്ട് അത് തന്നെ ആണ് എന്നുള്ളത് നമുക്ക് അറിയില്ല, കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളിവിടെ എത്തിയതിനു ശേഷമാണ് അവിടെ തന്നെയാണ് എന്ന് അറിഞ്ഞത്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഒരു പ്ലേസിനെ സംബന്ധിച്ച് വലിയൊരു ഘടകമാണല്ലോ. അപ്പൊ ഒന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാന്നുള്ള ഉദ്ദേശത്തോടെയാണ് നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ഒന്ന് ഫ്രഷ് ആയിട്ട് മൈൻഡിൽ പോവാന്ന്. അപ്പോ എന്തായാലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫൈനൽ റൗണ്ടിൽ പോവാൻ തന്നെ. കാരണം 10 ടീമുകൾ ഉണ്ട്. അപ്പൊ അതിലൊരു ഇതൊന്ന് 2 ടീം വെച്ച് 2 ഗ്രൂപ്പിൽ നിന്ന് കയറില്ലേ? അതായത് 25 ടീമില് 10 ടീമാണല്ലോ വന്നത്. ഓരോ ഗ്രൂപ്പിൽ നിന്ന് 2 ടീം കയറും. ഇനിയിപ്പോ നെക്സ്റ്റ് റൗണ്ട് അവര് പറഞ്ഞിട്ടുള്ളത് വിന്നേഴ്സും റണ്ണേഴ്സും ഈ സീസണിൽ തന്നെ സെക്കൻഡ് റൗണ്ട് കളിക്കും. പിന്നെ 3ാം സ്ഥാനക്കാര് നെക്സ്റ്റ് സീസണിൽ സെക്കൻഡ് റൗണ്ടിലേക്ക്. അതായത് ശരിക്കും പറഞ്ഞാൽ 4 ടീം നേരെ കയറും. അതെ, 4 ടീം നേരെ കയറും ചെയ്യും. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ടീം പോലും നെക്സ്റ്റ് ഇയറിൽ തേർഡ് ഡിവിഷൻ കളിക്കാൻ ക്വാളിഫൈ ചെയ്യും. അല്ല, നമ്മളിപ്പോ ഓട്ടോമാറ്റിക്കലി ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയപ്പോ തേർഡ് ഡിവിഷനിൽ എത്തി. അതെ. ഇനിയിപ്പോ അടുത്ത സീസൺ എന്ന് പറയുമ്പോ സാറ്റിന് KPL ഉണ്ട്, ഐ ലീഗ് തേർഡ് ഉണ്ട്. അതെ, KPL ഘടകമല്ല നെക്സ്റ്റ് സീസണിൽ തേർഡ് ഡിവിഷൻ കളിക്കും. KPL ഏത് പൊസിഷനിൽ ഫിനിഷ് ചെയ്താലും നമുക്ക് ഇതുണ്ട്, തേർഡ് ഡിവിഷൻ കളിക്കാൻ. അപ്പൊ നമുക്ക് പ്ലെയറിനെ സൈൻ ചെയ്യുമ്പോൾ 3 മാസം എന്നുള്ളത് 5 മാസമായി എന്നൊക്കെ പറയാം. ഡ്യൂറേഷൻ കൂടുന്നത് ഫിനാൻഷ്യലി ക്ലബിന് ഒരു ബാധ്യത തന്നെയാണ്. പക്ഷെ നമ്മള് ഹൈറ്റ്സ്, അതായത് രാജ്യത്തിന്റെ 5ാമത്തെ ഡിവിഷനാണ് സ്റ്റേറ്റ് ലീഗ്. ഇപ്പൊ നമ്മള് 4ാമത്തെ ഡിവിഷനിൽ കളിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോ ടോപ്പ് ഡിവിഷന് ISL, അതിലിപ്പോ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ട്. സെക്കൻഡ് ഡിവിഷന് ഗോകുലം കളിക്കുന്നുണ്ട്. പിന്നെ 4th ഡിവിഷൻ കളിക്കുന്ന സാറ്റാണ്.
അപ്പൊ തേർഡ് ഡിവിഷനിൽ ആരുമില്ല. ഇല്ല. അപ്പൊ ഇപ്പൊ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോ കേരളത്തിലെ 3ാമത്തെ ടോപ്പ് ക്ലബ്ബ് സാറ്റ് തിരൂരാണ് നിലവില്. ഞങ്ങൾ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു. നമ്മള് 2018 സെക്കൻഡ് ഡിവിഷൻ കളിക്കാൻ വേണ്ടിട്ട് അപ്ലൈ ചെയ്തു. അപ്പോ കിട്ടിയില്ല. അതിന്റെ ഡെപ്പോസിറ്റ് എമൗണ്ട് വരെ ഇതുവരെ തിരിച്ച് കിട്ടിയില്ല. നമ്മള് 3 തവണ മെയിൽ കൊടുത്തിട്ടൊന്നും അവര് റീഫണ്ട് തന്നില്ല. അപ്പൊ ഏതായാലും നമ്മള് ഇത്രയൊരു ഫിനാൻഷ്യൽ കേസസ് ഉണ്ടായിട്ടും ഞങ്ങള് ഇത് നിലനിർത്തി കൊണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലബ് മെമ്പേഴ്സിന്റെ, പ്രത്യേകിച്ച് ഇപ്പോ കുഞ്ഞിപ്പ നമ്മളെ മുൻ പ്രസിഡന്റ് ആയിട്ട് VP ഉമ്മർ തന്നെ മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹം, പിന്നെ അൻവർ അമീൻ ആഷിഖ്, ഇപ്പൊ നിലവില് VP ലത്തീഫ് എന്ന് പറയുന്ന വ്യക്തി നേരത്തെ ഫുട്ബോൾ കളിച്ച് ഗോൾ കീപ്പർ ആയിരുന്നു. ഒരുപാട് കാലം മലപ്പുറം ജില്ലയില് പല ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിരുന്നു. പിന്നെ തെയ്യമ്പാട്ടിൽ സർഫ് എന്ന് പറഞ്ഞ സെക്രട്ടറി ഫുട്ബോളറാണ്. അയാളും ഗോൾ കീപ്പർ ആയിരുന്നു. അയാൾ ഒരുപാട് കാലം ഫീൽഡിൽ ഉണ്ടായിരുന്ന ആളാണ്. ഡിവിഷൻ ഫുട്ബോളൊക്കെ കളിച്ചിരുന്നു. പിന്നെ AP ആസാദ് എന്ന് പറഞ്ഞിട്ട് കൽപ്പഞ്ചേരിക്കാരന് നമ്മുടെ തുടക്കം മുതലുള്ള സാറ്റിന്റെ ഭാരവാഹിയാണ്. നല്ല സപ്പോർട്ടാണ്. അപ്പൊ നല്ലൊരു ടീം മെമ്പേഴ്സിന്റെ ഒരു കോർഡിനേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നിലനിന്ന് പോകുന്നത്. അപ്പൊ അവരുടെ ഒക്കെ ആഗ്രഹത്തിനനുസരിച്ച് ഈ സീസൺ നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സീസണില് 4 തവണ സെമി ഫൈനൽസ് ആയിട്ടും ഫൈനല് ആദ്യമായിട്ട്. ഇപ്പൊ അനസെപ്പോഴും പറയുന്നതാണ് ഇവിടെ വെച്ചിട്ട് സെമി ഫൈനൽ ഒരു കോയിൻസിഡൻസ് എന്താ വെച്ചാൽ, ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പറയാന്ന് വെച്ചാല് ഫുട്ബോളിലെ സൗത്ത് ആഫ്രിക്കയാണ്, ക്രിക്കറ്റിലെ സൗത്ത് ആഫ്രിക്ക പോലെ ഫുട്ബോളിലെ സൗത്ത് ആഫ്രിക്കയാണ് സാറ്റ് എന്ന് പറയാം. എന്നിട്ട് എല്ലാ പ്രാവശ്യവും സൗത്ത് ആഫ്രിക്ക ക്രിക്കറ്റ് സെമിയിൽ തോക്കും, സാറ്റും അതുപോലെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സാറ്റ് ഫൈനലിലെത്തി, സൗത്ത് ആഫ്രിക്ക ഫൈനലിലെത്തി. അപ്പോ ആ ലെവലിൽ സാധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം അടിപൊളിയാവട്ടെ. അല്ല, ഞങ്ങൾക്ക് ഏതായാലും ഞങ്ങളെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്താ വെച്ചാൽ, നമ്മൾ എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന ഞങ്ങളെ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന പ്ലേയേഴ്സ്, നമ്മള് സാലറി പ്ലേയേഴ്സ് അല്ല കൂടുതൽ, അക്കാദമി പ്ലേയേഴ്സ്. ഗസ്റ്റ് പ്ലേയേഴ്സ് നമുക്ക് എത്ര വരുന്നുള്ളൂ, പിന്നെ കുറഞ്ഞ വിരലിലുണ്ടാവുന്ന ആളുകൾക്ക് മാത്രം നമ്മൾ സാലറി തരും. പക്ഷെ ഈ പ്ലേയേഴ്സിന്റെ ഹാർഡ് വർക്കും അവരുടെ ആത്മാർത്ഥതയാണ് ഞങ്ങൾ ഇതിലേക്ക് നിലനിർത്തി കൊണ്ടുപോകുന്നത്. പിന്നെ അച്ചീവ്മെന്റ് ഇൻഡിവിജ്വലായിട്ട് പ്ലേയേഴ്സ് ഇപ്പോ ഓൾ ഇന്ത്യ ബേസിൽ അറിയപ്പെടുന്ന ഒരുപാട് പ്ലേയേഴ്സിനെ വാർത്തെടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഇവരാരും എത്ര ഫൈനാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പക്ഷെ പ്രോപ്പറായിട്ട് ഒരു 3 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്ക് ഉള്ള ഒരു സ്പോൺസർഷിപ്പ് ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോഴേ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടം നിലനിന്ന് പോകാൻ കഴിയുള്ളൂ. കാരണം ബഡ്ജറ്റിൽ ഡിഫറൻറ്റ് വന്നില്ല. ഡ്യൂറേഷൻ കൂടുന്നത്, IDK കളിക്കുന്നത്, KPL ഫീൽഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിലൊക്കെ ഡ്യൂറേഷൻ കൂടുതൽ വരുന്നതനുസരിച്ച് സാലറി ടോട്ടലി എക്സ്പെൻസ് കൂടുതൽ വരും. ആ ഒരു പ്രോബ്ലം മാത്രമേ ഇപ്പൊ നിലനിൽക്കുന്നുള്ളൂ. എന്നിരുന്നാലും അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്ന ഗ്രൗണ്ട്, എപ്പോഴും നമ്മള് ഗ്രൗണ്ട്, ഇപ്പൊ തിരൂരിന്റെ ഗ്രൗണ്ട് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ആക്സസിബിൾ ആണ്, കളിക്കാൻ കിട്ടും. മറ്റേത് സ്പോർട്സ് കൗൺസിലിന്റെ അണ്ടറിൽ കിടക്കുന്ന പല ഗ്രൗണ്ടുകളും ടീമുകൾക്ക് കിട്ടാറില്ല. ഇതിപ്പോ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ ഉള്ളതുകൊണ്ടാണ് എപ്പോഴും കിട്ടുന്നത്. പക്ഷെ ഒരു മെയിന്റനൻസും നടക്കുന്നില്ല. അവിടെ പേരിന് പോലും പുല്ലൊന്നും ഗ്രൗണ്ടിൽ കാണുന്നില്ല. അത് ഇപ്പോ നമ്മള് ഒരു പ്രത്യേക റിക്വസ്റ്റ് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്ത് അവരുടെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ഒരു 6 മാസത്തിനകം നമ്മള് ഗ്രൗണ്ട് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ടർഫ് ആക്കിയിട്ട് ഒരു ഇന്റർനാഷണൽ ടർഫ് എന്ന രീതിയിൽ, ഫണ്ടിന്റെ കുറവാണല്ലോ ഇപ്പൊ ലോക്കൽ ബോഡി ഗവൺമെന്റിനൊക്കെ ഉള്ളത്. അപ്പൊ ആ രീതിയിൽ നോക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാസ് ആക്കിയിട്ട് ഒന്ന് റീവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പ്രാഥമിക ചർച്ചകളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതേപോലെ ഇഷ്ടം പോലെ ഇരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോ ഫൈനൽ റൗണ്ട് അടിപൊളിയാവട്ടെ. അപ്പോ എപ്പോഴും ഉണ്ട്. പിന്നെ സന്തോഷമുള്ള കാര്യം വെച്ചാൽ ഇപ്പൊ സാറ്റ് തിരൂരിൽ ഒരുപാട് കാലം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ടീമാണ്. അതിപ്പോ കേരളത്തിൽ ഇപ്പൊ ബ്ലാസ്റ്റേഴ്സും ഗോകുലം കഴിഞ്ഞ സ്പോർട്ടിംഗ് മെറിറ്റിൽ, അതായത് ഇപ്പൊ ഫിനാൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതുമായി ചെലവാക്കുന്ന ടീമുകളൊക്കെ ഒരുപാടുണ്ടാവും. പക്ഷെ സ്പോർട്ടിംഗ് മെറിറ്റ് ഇപ്പൊ നമുക്ക് കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല. ആ സ്പോർട്ടിംഗ് മെറിറ്റില് 3rd പൊസിഷൻ ഇപ്പൊ സാറ്റിന് ഉണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് അത്ര സന്തോഷം ഉണ്ടെങ്കിൽ ഇത്രയും ഫൗണ്ടിങ് മെമ്പേഴ്സ് ഒക്കെ ആയി നിങ്ങൾക്ക് സന്തോഷം എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് അത് വെറുതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു മോട്ടിവേഷൻ ആയി എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. താങ്ക് യു. ഓൾറെഡി സാറ്റിന്റെ പ്ലേയേഴ്സിനോടും കോച്ചുമാരോടും ഒക്കെ സംസാരിച്ച് ഐ ലീഗ് 3rd ഡിവിഷന്റെ ഫൈനൽ റൗണ്ട് കളിക്കാൻ പോവാണ്. ഐ ലീഗ് ഫൈനൽ റൗണ്ടിലോട്ട് ക്വാളിഫൈ ചെയ്തപ്പോ തന്നെ 2025-26 സീസണിൽ, അതായത് അടുത്ത സീസണിൽ 3rd റൗണ്ടിലോട്ട് ഓൾറെഡി സാറ്റ് സ്ഥാനം ഉറപ്പിച്ച് കഴിഞ്ഞ് ഇനി ഫൈനൽ റൗണ്ട് കളിക്കാൻ പോവാണ്. ടീമിന്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്, ഡിഫൻഡേഴ്സ് ഉണ്ട്. അവരുടെ ബെസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്.
സോ നമ്മളും അതന്നെ വിഷ് ചെയ്യുന്നു. വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളി ആവട്ടെ, ഫൈനൽ റൗണ്ട് സൂപ്പർ ആവട്ടെ, എന്നിട്ട് ക്വാളിഫൈ ചെയ്തിട്ട് ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിൽ എത്തട്ടെ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം അനസ് യൂസഫ്.